GPS signal lost. രമേശ് ഏട്ടാ കമോൺ. കാണാം കാണാം. കമോൺ എന്റെ അജീവ് ഏട്ടോ എത്തി എത്തി. ഉച്ചക്ക് ഇറങ്ങുന്ന പറഞ്ഞിട്ട് നമ്മള് 6:30 ഇറങ്ങി. ആ തളന്ന നിങ്ങൾ അടുത്തല്ലേ റൂം? നമ്മളടുത്തല്ലേ റൂം? ആ അതെ അതെ ഏകദേശം അടുത്താണെന്ന് തോന്നുന്നു. മുതലാളി. ഹലോ. പോട്ടെ പോട്ടെ. ജിതിനെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ? നീയാ? പ്രജിത്തൊക്കെ? അയ്യോ കണ്ടില്ലല്ലോ. മൊട്ടക്കുന്ന് എന്താ ചേച്ചി സൈക്കിളെ വിട്ടി പോണ കണ്ടാ? കണ്ട അത്ര അലമ്പ് സൈക്ലോ ട്രിവിയൻസ് ആണ്. കോട എത്തി ഗൈസ്, കോട എത്തി ഗൈസ്. കോട 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 കോട. വന്നത് മുതലായി ഗൈസ്. ഫുള്ള് കോട. ഒന്നും കാണാൻ വയ്യ. അയ്യോ മക്കളെ പോലും കാണാൻ വയ്യ.
ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വാഗമണ്ണാണ്. ഇവിടെ ഒരു അടിപൊളി ക്യൂട്ട് വീട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും വലിയ റേറ്റൊന്നുമില്ല, ഒരു വീടാണ്. വീട്ടിൽ 2 ബെഡ്റൂം, അത്യാവശ്യം 7-8 ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കാം. 2 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ തങ്ങൽ പാറ, ഇത് തങ്ങൽ പാറയാണ്, ഇത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഏറ്റവും മനോഹരം എന്ന് വെച്ചാൽ ഇവിടെ അത്രയായി ആ മരത്തിലൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കുഞ്ഞു കുഞ്ഞു കിളികളുണ്ട്. ഞാൻ ഒരു നിമിഷം ഒന്ന് സൈലൻ്റ് ആവും, അപ്പം നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും. എത്ര വെറൈറ്റി കിളികളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നു, അടിപൊളി ആണ്. നമ്മുടെ സൈക്ലിംഗ് ടീമും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അപ്പുറം ആണ് അവർ താമസിക്കുന്നത്. അവർക്ക് ഒരു 6 ബെഡ്റൂമുള്ളൊരു വീട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ വീടും അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്യാഷൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വാങ്ങി ഈ വീടൊക്കെ വാങ്ങി ഇവിടെ താമസിക്കാൻ തോന്നും, അത്ര ഇഷ്ടപ്പെട്ടു. നല്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണ്. ആക്ച്വലി ഇപ്പോൾ മാർച്ച് എൻഡാണ്. മാർച്ച് എൻഡിൽ സീസണല്ല, പക്ഷെ ഇന്നലെ വൈകിട്ട് കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മൊട്ടക്കുന്നിൽ പോയപ്പോൾ കോടമഞ്ഞ് ഇങ്ങനെ വന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിതുവരെ ഇവിടെ വന്നിട്ട് ചൂട് അനുഭവപ്പെട്ടില്ല, കാരണം ഈ ഓഫ് സീസണിൽ വന്നിട്ട് പോലും ചൂട് കിട്ടിയിട്ടില്ല. നമ്മൾ ഉച്ച സമയത്തൊക്കെ ട്രാവലിംഗ് ആയിരുന്നു, കാറിൽ AC ഇട്ടാണ് വന്നത്. ഇപ്പോൾ ഇവിടെ എത്തി, സൈക്ലിംഗ് ടീമിനെ കണ്ടു. വൈകിട്ട് നമ്മൾ കറങ്ങാൻ പോയപ്പോൾ കോടയും വന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. മഴ സീസണിലേക്ക് വന്നാൽ പൊളിയാണ്. അവിടെ തേയിലത്തോട്ടമാണ് ഒരു സൈഡ്, ഈ സൈഡ് ഫുള്ള് തേയിലത്തോട്ടമാണ്. ഒരു ബ്ലൂടൂത്ത് കിടില സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു. ഇവിടെ ഫ്രിഡ്ജുണ്ട്, ഡൈനിങ് ടേബിളുണ്ട്, അവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അങ്ങനെ അവിടെ കട്ടൻ ചായ തിളക്കുകയാണ്. വെള്ളം അടുപ്പ് വെച്ചിട്ട് അവിടെ എവിടെ പോയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഒരു അടുക്കളയായിരുന്നു. ഉണ്ടോ, ഇവിടെ പഞ്ചസാര സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. 2 ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂമിൽ ചേച്ചിയുടെ മക്കൾ ഉറങ്ങുവാണ്, TV ഒക്കെ ഉണ്ട്. ഫാൻ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, നല്ല തണുപ്പാണ്. അങ്ങനെ ഇതായിരുന്നു നമ്മളെ ബാത്റൂം. അടിപൊളിയാണ്, ഹീറ്ററൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല റൂമായിരുന്നു. ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് താമസിക്കാൻ പറ്റിയൊരു റൂമാണ്. ഇവിടെ നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നല്ല അടിപൊളി സീനാണ്. ഇവിടെ മൊത്തം പാറകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മളിന്ന് തിരിച്ചു പോകും. മോനൂസ് ഉണർന്ന് എത്തിയിട്ടുണ്ട്. കട്ടൻ ചായയൊക്കെ കിട്ടി, കട്ടൻ ചായ ഇട്ട് തന്നിട്ടുണ്ട്. തെറ്റിദ്ധരിക്കേണ്ടത് കട്ടൻ ചായ തന്നെയാണ്. ആശ ഉണർന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സെറ്റാ? കിളികളെ ശബ്ദം എങ്ങനെയുണ്ട്? പക്ഷേ മഴക്കാലത്തായിരുന്നു വന്നെങ്കിലേ കുറച്ചുകൂടെ വേറെ വൈബായിരിക്കും. അവിടെ തേയിലത്തോട്ടമാണ്, നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. നമ്മൾ നിൽക്കുന്നത് ഒരു തേയിലത്തോട്ടത്തിലാണ്. അതായത് ഈ പാറയാണ് തങ്ങൽ പാറ എങ്ങാണ്ടാണ്. ഈ പാറയുടെ തൊട്ടിപ്പുറത്ത് തേയിലത്തോട്ടം. ആൾക്കാരെല്ലാം വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ താമസിക്കുന്നതാണ് ദേ കാണുന്നത്. സൂം ചെയ്ത് നോക്കട്ടെ. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്.
കണ്ട വീട്ടിൽ സ്കാൻ ചെയ്യാനുള്ള QR കോഡ് സഹിതമുണ്ട്. ചെയ്തു. ഈ വീട് 3 ബാക്കി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും താമസിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ ഒരു ഹോസ്റ്റ് ഉണ്ടായിരുന്നു, പാവപ്പെട്ടൊരു പറ്റിയേട്ടാ. അത് അടിക്കൊന്നുമില്ല, അത് ഫുഡൊക്കെ കൊടുത്തു, ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ നമുക്കിന്ന് 11 മണി വരെ ഇവിടെ ഉള്ളു. അപ്പോൾ വെക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പുറപ്പാടിലാണ്. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ, മറക്കണ്ട. ഇതിൻ്റെ ആർക്കെങ്കിലും ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ താഴെ, ഈ വീഡിയോയിൽ തന്നെ ഫോൺ നമ്പർ ഇട്ടേക്കാം, കോണ്ടാക്ട് നമ്പർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വാഗമൺ ലേക്കിലോട്ട് പോവുകയാണ്. മോക്ക് നമ്മളെ വീട്ടിൽ പോകണ്ട, ഇനി ഇവിടെ തന്നെ നിന്നാൽ മതി എന്നാണ് പറയുന്നത്. അല്ലേ അവളെ? ഇനി വീട്ടിൽ പോകണോ? ഇവിടെ നിന്നാ പോരെ? ഇഷ്ടപ്പെട്ടാ? ഓക്കെ, നമ്മളിവിടെ നിന്ന് പോവാൻ വേണേ ടാറ്റാന്ന് പറയും. എങ്ങനെ ഉണ്ടായിരുന്നു വാഗമൺ റൈഡ്? അടിപൊളി ഫുള്ള് ചവിട്ടി കയറ്റി. നമ്മളെ ബെൻ ജോൺസൺ ആണ്. 2 പേര് ചവിട്ടി കയറ്റിയതിൽ ഒരാള് ബെന്നാണ്. കൺഗ്രാറ്റ്സ് ബെൻ. எப்படி இருந்து ரைடு? சூப்பரா இருந்தது. எப்படியா? 2 பாட்டில் தண்ணி, 3 ஜூஸ். அவ்வளவுதானா? എങ്ങനെ ഉണ്ടായിരുന്നു വാഗമൺ റൈഡ്? ഫുള്ള് ചവിട്ടി കയറ്റി? ഫുള്ള് ചവിട്ടിയില്ല, നമ്മള് കാറിൽ കയറി ചവിട്ടി വന്നു. ജേഴ്സി യൂട്യൂബറാണ്, കാറിലാണ് വന്നത്. വാഗമൺ ഫുള്ള് ചവിട്ടി കയറ്റിയ ഒരേ ഒരു വ്യക്തിയാണ് വിവേക്. ജിതിന് മാത്രമേ ചവിട്ടി കയറ്റുള്ളൂ, ബാക്കി എല്ലാരും ഉരുട്ടി ലോറി കയറ്റിയാണ് വന്നത്. നീ ചവിട്ടി കയറ്റിയില്ലേ? പ്രജിത്ത് എത്ര കയറി? അരുണ 6. രാജീവേട്ടെ അത് കൂടെ ചവിട്ടി കൂടായിരുന്നു. ഓപ്ഷൻസ് വന്നപ്പോഴത്തേക്ക് പിന്നെ എല്ലാരും മനസ്സങ്ങോട്ടായി. വേറെ ഓപ്ഷൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തേ. അതാ ഫസ്റ്റ് അവര് പോയതാണ് എല്ലാരും മൈൻഡ്. ഇവിടെ നിന്ന് തിരിക്കാൻ പോകുന്നത് ബെൻ ജോൺസൺ. അല്ലല്ല, ഇത് ബെന്നിന്റെ അല്ല, ഇത് സോളോ സഞ്ചാരി. കണ്ട ഇത് കണ്ട, ബാക്കിലെ കേസറ്റ് കണ്ട. ഇതാരാ വണ്ടിയാണ്? ഈ ചോറ്റ് മാത്രം ഉണ്ടാക്കിട്ട് ചവിട്ടി കയറ്റില്ലെന്ന് പറഞ്ഞ മോശമാണ് കേട്ടോ. നോക്കിക്കാണ്, ചോറ്റ് മാത്രം. ഇല്ല, വെയിലാണ് വിഷയം. വെയിലാണ്, ഡീഹൈഡ്രേറ്റ് ആയി കാണും. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നിസ്സാരം.
നീ തുകിച്ചിറങ്ങാനല്ലേ തിരിച്ചാകാശേ? 25 കിലോമീറ്റർ അല്ലേ? ഇത് കൂടുതലായിരിക്കും. അങ്ങോട്ടല്ലേ പോണം, മുണ്ടക്കയം വഴിയാണ് പോണത്. ആ അത് കൂടുതലായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? എത്ര കിലോമീറ്റർ ഉരുട്ടി? 10 കിലോമീറ്റർ വണ്ടി വരണ വരവ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തു. ആദ്യത്തെ ചവിട്ടില്ല ചൈത്ര, അത് തന്നെ വലിയ കാര്യം. ഇത്രയും വാഗമൺ ലേക്കാണ്. ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് വാഗമൺ ലേക്കിൽ അന്ന് അവധിയായിരുന്നു. നമ്മൾ ബോട്ടിങ്ങിനൊക്കെ കയറാമെന്ന് പറഞ്ഞ് വന്നതായിരുന്നു, പക്ഷേ അവധിയായിരുന്നു. നമ്മൾ കുരിശുമലയുടെ ഇപ്പുറത്തെ സൈഡ് എത്തിയിട്ടുണ്ട്. പക്ക ഓഫ് റോഡ് കയറി വന്ന് നിൽക്കുകയാണ്. ജീപ്പൊക്കെയാണ് ഇവിടെ വരുന്നത്, കണ്ടോ? ജീപ്പൊക്കെയാണ് ഇവിടെ വരുന്നത്. ഷാറുഖ് ഖാൻ 18 സെക്കൻഡ്സ്. കുരിശുമല കുരിശുമല വന്ന് ചെറിയൊരു പണി കിട്ടി. തിരിച്ച് വൺവയായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ കണക്കത്ത കല്ലും മണ്ണും നിറഞ്ഞൊരു വഴിയായിരുന്നു. ഏതൊക്കെയോ മലയുടെ മുകളിൽ കൂടെ കയറുന്നത്. എവിടെ ചെന്ന് കയറുമെന്നൊന്നും അറിയാൻ വയ്യ. പോവേണം. ടാറിട്ടാക്കിടിലും റോഡാവും. സംഭവമായ വാഗമൺ റൈഡിന് ശേഷം സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. സന്തോഷം.